നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഘപരിവാറിന്റെ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക, ഭരണമൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കോതമംഗലത്ത് പ്രതിഷേധ സംഗമം നടത്തി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ക്രൂരമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിക്രമിക്കുകയും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവം അപലപനീയമാണെന്നും LDF കോതമംഗലം മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. LDF നിയോജക മണ്ഡലം ചെയർമാൻ PT ബെന്നി അധ്യക്ഷനായിരുന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വലിപ്പം കൊണ്ട് നമ്മൾ ചെറുതായിരിക്കും. നേരത്തെ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പാർലമെന്റിനകത്തായാലും ഇരു സഭകളിലും പരിശോധിച്ചാലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇപ്പോൾ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഇന്ത്യയിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ, അത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്ന വിഷയത്തിനകത്തായാലും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതിശക്തമായ നിലപാടുകൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. നേരത്തെ നമ്മുടെ MP-മാർ ശ്രീ ജോൺ ബ്രിട്ടാസും ശ്രീ ജോസ് കെ മാണിയും സന്തോഷ് കുമാറും അടക്കം എത്ര കാര്യക്ഷമമായിട്ടാണ് അവർ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടത്. ഇപ്പോൾ ഇന്നലെയൊക്കെയായി ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പടങ്ങളൊക്കെ നമ്മൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, ഷാജി മുഹമ്മദ്, K ജോയ്, A അൻഷാദ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം VK ശിവൻ, ശാന്തമ്മ പയസ്, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് NC ചെറിയാൻ, അഡ്വക്കേറ്റ് റോണി മാത്യു, അഡ്വക്കേറ്റ് പോൾ മുണ്ടേക്കൽ, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, NCPS നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തോമ്പ്രയിൽ, TP തമ്പാൻ, ഷാജി പി ചക്കര, ജിജി പുളിക്കൽ, സാജൻ നമ്പാട്ട്, ബേബി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.